കരിപ്പൂർ സ്വർണ്ണക്കൊള്ള സംഘത്തെ പിടികൂടിയ കേസിൽ വഴിത്തിരിവ്. വിദേശത്ത് നിന്ന് വരുമ്പോൾ കാണാതായെന്ന് വീട്ടുകാർ പരാതി കൊടുത്ത മലപ്പുറം മുണ്ടുപറമ്പ് സ്വദേശി സ്വർണ്ണക്കടത്തുകാരൻ, ഇയാളടക്കം 2 പേരെ കൂടി പോലീസ് അറസ്റ്റ് ചെയ്തു. മലപ്പുറം മുണ്ടുപറമ്പ് സ്വദേശി മുഹമ്മദ് സൽമാൻ സാലിഹ്, പരപ്പനങ്ങാടി സ്വദേശി സാദിഖ് എന്നിവരെയാണ് കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തത്. വിവരങ്ങളുമായി CV അനുമോദ് ചേരുന്നു. അനുമോദ്, ഈ വിദേശത്ത് നിന്നും സ്വർണം എത്തിക്കുന്ന യുവാവിനെ തട്ടിക്കൊണ്ടുപോയി ആ സ്വർണം പൊട്ടിക്കുക എന്നൊരു ഉദ്ദേശമായിരുന്നു ഈ സ്വർണ്ണക്കൊള്ള സംഘത്തിന് പിന്നിലെന്നായിരുന്നു നമുക്ക് തുടക്കത്തിൽ ലഭ്യമായ വിവരം. അതായത് ഈ മുണ്ടുപറമ്പ് സ്വദേശി മുഹമ്മദ് സൽമാൻ ആയിരുന്നോ സ്വർണം എത്തിച്ചത്? ഇയാളെ തട്ടിക്കൊണ്ടുപോവുകയായിരുന്നു അവരുടെ ലക്ഷ്യം. ഈ സൽമാന് ഈ കേസിലുള്ള പങ്കെന്താണ്? ടോം, ഇതിൽ ഡബിൾ ട്വിസ്റ്റാണ് ഈ ഒരു വാർത്തയിൽ, ഈ സംഭവത്തിൽ ഉണ്ടായിട്ടുള്ളത്. ഒന്ന്, ഈ സൽമാൻ അയാൾ നേരത്തെ സ്വർണം കടത്താൻ ഉദ്ദേശിച്ച് അല്ലെങ്കിൽ സ്വർണം ആർക്ക് വേണ്ടി കൈമാറണമെന്ന് നിർദ്ദേശിച്ച സംഘത്തെ കബളിപ്പിച്ച് കടന്നുപോയി എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമതായിട്ട്, ഇയാളെ കാണാനില്ലെന്ന് പോലീസിൽ പരാതി നൽകി ഇയാൾ തിരിച്ചെത്തിയപ്പോൾ പോലീസ് ഇയാളെ ചോദ്യം ചെയ്തപ്പോഴാണ് ഈ സ്വർണ്ണക്കടത്തിൻ്റെ കഥ വെളിച്ചത്ത് വരുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് പറയുന്ന കാര്യപ്രകാരമാണ് 13 പേരാണ് നേരത്തെ പിടിയിലായത്. ഇതിൽ ഈ സംഘം വിദേശത്ത് വരുന്ന ഒരാളുടെ കൈവശമുള്ള സ്വർണം തട്ടിയെടുക്കാനാണെന്ന് പോലീസിന് വ്യക്തമായിരുന്നു. ആ വിദേശത്ത് വരുന്ന ആരാണെന്ന് അറിയാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ആ സുബൈർ എന്നൊരു വ്യക്തിയെ ചോദ്യം ചെയ്തെങ്കിലും അയാളല്ല, അയാൾ സ്വർണം കടത്തിയിട്ടില്ല, മറിച്ച് സ്വർണം കൊണ്ടുവന്ന ആൾക്ക് ഒപ്പമായിരുന്നു, അയാൾ ആണ് ഈ സ്വർണം കടത്തിയത്, സുബൈർ അല്ല എന്ന് സുബൈർ വ്യക്തമാക്കി. രണ്ടാമതാണ് ഈ സൽമാനിലേക്ക് അന്വേഷണം പോകുന്നത്. സൽമാനെ ചോദ്യം ചെയ്തപ്പോഴാണ് ഇതിൽ ഒരു കൃത്യത വന്നത്. സൽമാൻ്റെ കൈവശമുള്ള സ്വർണം അർജുനായങ്കിയുടെ സംഘത്തിൽ ഒരാൾക്ക് നൽകാനായിരുന്നു നിർദ്ദേശം. എന്നാൽ ഇതിനിടെ 40 ലക്ഷം രൂപ പ്രതിഫലം വാഗ്ദാനം ചെയ്ത് മറ്റൊരു സംഘം ഇയാൾ സ്വർണം വാങ്ങാം എന്ന് പറഞ്ഞു. അങ്ങനെ വിമാനത്തിൽ വെച്ച് ഈ സൽമാൻ തീരുമാനം മാറ്റുകയായിരുന്നു. സൽമാന് പരപ്പനങ്ങാടി സ്വദേശിയായ സുഹൃത്ത് സാദിഖും മുക്കം സ്വദേശിയായ ഷിബിയും അങ്ങനെ ഇവർ ചേർന്ന് ഈ സ്വർണം കടത്താൻ തീരുമാനിക്കുന്നു. അങ്ങനെ വിമാനത്താവളത്തിന് പുറത്ത് സാദിഖും അതേപോലെ സൽമാൻ്റെ സുഹൃത്തായ സാലി, ഒരു ഷബി, അങ്ങനെ 3 പേർ ചേർന്ന് മുക്കത്തുള്ള ഷബിയുടെ വീട്ടിലെത്തി. അവിടെ നിന്നും ഈ സ്വർണം എറണാകുളത്തേക്ക് പോകുന്നു. സ്വർണ്ണമായി എറണാകുളത്ത് പോകുന്നു. എറണാകുളത്ത് റൂം എടുത്ത് ഇവർ കൊണ്ടുവന്ന ഈ സൽമാൻ കൊണ്ടുവന്ന ട്രോളിയിൽ ആയിരുന്നു ഈ സ്വർണം ഒളിപ്പിച്ചിരുന്നത്. ഈ ട്രോളി പൊളിച്ച് സ്വർണം എടുക്കുന്നു. ഈ സ്വർണം ഈ സംഘത്തിലുള്ളവർ എടുക്കുന്നു. വാഗ്ദാനം ചെയ്ത പണം ലഭിച്ചില്ല എന്നാണ് സൽമാൻ പറയുന്നത്. ഈ സ്വർണം കൊണ്ടുപോയ ആളുകൾക്ക് വേണ്ടിയുള്ള 2 പേർക്കുള്ള അന്വേഷണമാണ് ഇപ്പോൾ തുടരുന്നത്. ഇതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അതായത് നിയമവിരുദ്ധമായിട്ടുള്ള സ്വർണം അത് പൊട്ടിക്കാൻ വേണ്ടി കാത്തു നിൽക്കുന്ന സംഘത്തെ വെട്ടിച്ചുകൊണ്ട് സൽമാൻ മറ്റൊരു സംഘത്തിന് കൈമാറും. 3 സംഘങ്ങളാണ് ഈ സ്വർണ്ണക്കടത്തുമായപ്പോൾ ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ് അന്വേഷണത്തിൽ ഇപ്പോൾ വ്യക്തമാവുന്നത്. എന്തായാലും സ്വർണം ഏറെ വൈകാതെ വീണ്ടെടുക്കാനാകും. ഇത് സൽമാൻ്റെ കൂടെ ഉണ്ടായിരുന്നവരെ എവിടെയാണെന്ന് പോലീസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാണെങ്കിലും ഒരു ഇടവേളയ്ക്ക് ശേഷം, വലിയൊരു കാലയളവിന് ശേഷം കരിപ്പൂർ വീണ്ടും സ്വർണ്ണക്കടത്തിൻ്റെ കേന്ദ്രമാകുന്നു എന്നുള്ള ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. പോലീസിൻ്റെ അന്വേഷണം ഇപ്പോൾ വളരെ ഫലപ്രദമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. സ്വർണ്ണക്കടത്ത് സംഘത്തിൻ്റെ ഒരു ഭാഗമാണോ? കുറേ നാളുകളായി ഇവരുമായി ഒന്നിച്ച് പ്രവർത്തിക്കുന്ന വ്യക്തിയാണോ? സൽമാൻ ഗൾഫിലേക്ക് പോയിട്ട് അധികം കാലമായിട്ടില്ല എന്നാണ് അറിയാനാകുന്നത്. അവിടെ കൃത്യമായ ജോലിയൊന്നും ലഭിക്കാത്ത ഒരു സാഹചര്യമായിരുന്നു എന്നും പറയുന്നുണ്ട്. ആ ഒരു സാഹചര്യത്തിലായിരിക്കാം ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തിയത് എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന സൂചന. അയാളൊരു സ്ഥിരം കുറ്റവാളിയോ മുൻപ് ഏതെങ്കിലും കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ട വ്യക്തിയോ അല്ല. പക്ഷേ ഈ ഒരു സാഹചര്യത്തിൽ ഈ സ്വർണ്ണക്കടത്ത് സംഘവുമായി ഇയാൾ പരിചയത്തിലാവുകയോ അല്ലെങ്കിൽ അത്തരത്തിലൊരു തീരുമാനം എടുക്കുക. 40 ലക്ഷം രൂപയാണ് ഇയാൾക്ക് ഓഫർ ചെയ്തത്. ഇയാളെപ്പോലെ പ്രത്യേകിച്ച് ജോലിയില്ലാത്ത ഒരാൾക്ക് 40 ലക്ഷം രൂപ എന്ന് വെച്ചാൽ വലിയൊരു സംഖ്യയാണ്. സ്വാഭാവികമായിട്ട് അത് സ്വീകരിച്ചു. പക്ഷേ അത് വെട്ടിച്ച് മറ്റൊരു സംഘത്തിന് കൊടുത്താൽ ഇതിലേറെ പണം ലഭിക്കുന്നത് മനസ്സിലാക്കിയാണ് ഇയാളെ സ്വർണം ഏൽപ്പിച്ച സംഘത്തെ മറികടന്ന് മറ്റൊരു സംഘത്തിന് ഈ സ്വർണം കൊടുക്കാൻ തീരുമാനിച്ചത്. അതാണ് ഇതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇനിയിപ്പോൾ ആ സംഘത്തെയാണ് പോലീസ് കണ്ടെത്തേണ്ടത്. വ്യക്തമാണ്. CV അനുമോദാണ് വിവരങ്ങൾ നൽകിയത്. കരിപ്പൂരിൽ സ്വർണ്ണ കള്ളക്കടത്ത് സംഘത്തെ പിടികൂടിയ കേസിലാണ് നിർണായകമായ വഴിത്തിരിവ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.